മർഹബൻ, അസ്സലാമു അലൈക്കും. ഈ ഒരു ക്ലാസ് നിങ്ങൾ സാധാരണ കേൾക്കുന്ന ക്ലാസ്സിൽ നിന്ന് കുറച്ചുകൂടെ വ്യത്യസ്തമാണ്. കാരണം നമുക്കറിയാം ഇതുവരെ നമ്മൾ അറബിക് പെഡഗോജിയിൽ ഒരുപാട് വിഷയങ്ങൾ ഓരോ യൂണിറ്റും നമ്മൾ പഠിച്ചു. ഓരോ ഏരിയ ആണെങ്കിലും അത് കൃത്യമായി പഠിച്ചു. ദെൻ അതിൽ നിന്നും ഇത്രയും വർഷം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് സ്പെസിഫിക് ആയിട്ട് എടുത്ത് പഠിച്ചു. അതൊക്കെയാണ് ചെയ്തത്. പക്ഷേ ഇൻഷാല്ല ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബർ 2022 നടന്നിട്ടുള്ള എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ആയിട്ട് അനലൈസ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ പഠിച്ചതിൽ നിന്ന് വ്യത്യസ്തമാണ്. അതായത് ഇതുവരെ നിങ്ങൾ ഇപ്പോൾ നവാത്തിജ് താലമി ആണെങ്കിൽ ആ ഒരു ക്ലാസ് കറക്റ്റ് പഠിക്കും, എന്നിട്ട് അതിൻ്റെ PYQ അനാലിസിസ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്കറിയാം ഇതിൻ്റെ ആൻസർ എന്തായാലും ലേണിംഗ് ഔട്ട്കം ആണ് വരുന്നത് എന്നുള്ളത്. പക്ഷേ ഇനി ഇങ്ങനെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒരു വർഷം മുഴുവനായിട്ട് എടുത്ത് പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ട് ഞാൻ ക്ലാസ്സിലേക്ക് കയറാം. കാരണം ഓരോ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമുക്കറിയില്ല അത് ഏത് പോർഷനിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് അറിയില്ല. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു ക്വസ്റ്റ്യൻ ഏത് പോർഷനിൽ നിന്ന് വന്നതാണ് എന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യുക. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ ക്ലാസ് എടുക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളതൊന്ന് വീഡിയോ പോസ് ചെയ്യുക ഓരോ ക്വസ്റ്റ്യൻ വരുന്ന സമയത്തും. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു ക്വസ്റ്റ്യൻ എവിടെ നിന്ന് വന്നതാണ്, ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആശയം എന്താണ്, അതൊക്കെ വായിച്ചിട്ട് കറക്റ്റ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ആ ഒരു ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ അത് ചെക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് വീഡിയോ ഓൺ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, വീണ്ടും നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വായിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുക. എന്നിട്ട് എന്ത് ചെയ്യുക, പിന്നെ ഞാൻ പറയുന്ന ആൻസറും ഞാൻ പറയുന്ന ആശയവും ആണോ നിങ്ങൾ മനസ്സിലാക്കിയത് എന്നുള്ള ആ ഒരു സെൽഫ് ഇവാലുവേഷന് ഈ ഓരോ 30 ക്വസ്റ്റ്യനിലൂടെയും കടന്നു പോവുക. അങ്ങനെ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു മെത്തേഡ് നമ്മൾ ഇതുവരെ പഠിച്ചത് നമുക്ക് ഉപകാരപ്രദമാക്കാൻ പ്രാക്ടിക്കൽ ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു 30 ക്വസ്റ്റ്യനെ നമുക്ക് യൂസ് ചെയ്യാം. ഇൻഷാല്ലാ നമുക്ക് ക്ലാസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിനു മുമ്പ് പറയട്ടെ, കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാം എന്ന് പറയുന്നത് വലിയ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള എക്സാമൊന്നുമല്ല. ഇതുവരെ നടന്നിട്ടുള്ള എക്സാമുകളെ പോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, മീഡിയം ലെവലിലുള്ള ധാരാളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് വലിയ കുഴപ്പിക്കുന്ന ഒരു എക്സാം ഒന്നും അല്ലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തേത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. അത്തർബിയ ഹസ്ബൻ നളറിയാത്തിൽ ജദീദ, നമ്മുടെ പുതിയ തിയറീസ്, മോഡേൺ തിയറീസ് അനുസരിച്ചുകൊണ്ട് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം തർബിയത്തുൽ ഹദീസ, മോഡേൺ എഡ്യൂക്കേഷൻസ് എല്ലാം തന്നെ എന്താണ്, വിദ്യാഭ്യാസം സ്റ്റുഡൻറ് സെൻട്രിക് ആവണം എന്നാണ് പറയുന്നത് അല്ലെ. ഇതൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചതാണ്. അപ്പോൾ ജസ്റ്റ് ഓപ്ഷൻസ് നോക്കാം. മുറക്കസ അലൽ ദാരിസ്, സ്റ്റുഡൻറ് സെൻട്രിക് ആയിരിക്കണം. വയറ് മുറക്കസ അലൽ അൻഷിത, ആക്ടിവിറ്റീസ് സെൻറ്റേർഡ് ആവരുത്, അതായത് കുട്ടികൾക്ക് ആക്ടിവിറ്റീസിലൂടെ ഒന്നും പഠിപ്പിക്കണ്ട എന്നാണ് പറയുന്നത്. മുറക്കസ അലൽ മുദരിസ്, ടീച്ചർ സെൻട്രിക് ആയിരിക്കണം. മുറക്കസ അലൽ കുത്തുബുൽ മുഖററ ഫഖത്ത്, ടെക്സ്റ്റ് ബുക്ക് ഓറിയൻറ്റഡ് ആയിട്ട് മാത്രമായിരിക്കണം എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. നമുക്ക് സിമ്പിൾ ആണല്ലേ, നമ്മൾ ഒരുപാട് പഠിച്ചതാണ്. പുതിയ നളരിയാത്തുകളൊക്കെ തന്നെ സ്റ്റുഡൻറ് സെൻട്രിക് ആയിട്ട് കുട്ടിയെ ബേസ് ചെയ്തുകൊണ്ട് കുട്ടിയുടെ ഇഷ്ടത്തിനുള്ള ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ട് അതിനനുസരിച്ചുള്ള ടീച്ചിങ് എയ്ഡ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ മുറക്കസ അലൽ അൻഷിത, ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആണ്, അതായത് ഓറിയൻറ്റഡ് അല്ല എന്ന് പറയാൻ പാടില്ല. അതുപോലെ തന്നെ മുദരിസ് ഓറിയന്റഡ് അല്ല അല്ലെ. പണ്ട് കാലമായിരുന്നു ഗുരു പറയുന്നത് കുട്ടികൾ കേൾക്കാന്നുള്ളത്. ഇപ്പൊ കുട്ടിയുടെ ഭാഗത്ത് നിന്നാണ് ചിന്തിക്കേണ്ടത് എന്നുള്ളതാണ് ഓപ്ഷൻ വന്നിട്ടുള്ളത്. അതുപോലെ കുത്തുബുൽ മുഖററ, ടെക്സ്റ്റ് ബുക്കിനെ മാത്രം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അതിന് സെൻറ്റേർഡ് ആവണം എന്ന് മാത്രം പറയാൻ പാടില്ല. ടെക്സ്റ്റ് ബുക്കിന് പുറത്തേക്കും പഠനം പോകണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ലൈസ മിനൽ മുഹാദസാത്ത്, ഡിസ്കോഴ്സുകളിൽ പെട്ടതല്ല. എന്താ ഡിസ്കോഴ്സ് എന്ന് പറയുന്നത്? നമ്മുടെ ഉള്ളിലുള്ള ആശയങ്ങൾ നമ്മളിങ്ങനെ സംസാരിക്കുന്ന വേർഡ്സുകളായിട്ടോ എഴുതുന്ന വേർഡ്സുകളായിട്ടോ പുറത്തേക്ക് വരുന്നതിനെയാണ് മുഹാദസാത്ത്, ഡിസ്കോഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അൽ വഹദത്തുൽ അദ്ന ലിത്തവാസുൽ, കമ്മ്യൂണിക്കേഷന്റെ ഏറ്റവും ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് ആരാണ്? ഈ മുഹാദസാത്ത് ആണ് അല്ലെ. അപ്പൊ അതിൽ പെടാത്തത് ഏതാണ്? സബൂറ ദക്കിയ. എന്താ സബൂറ ദക്കിയ എന്ന് പറഞ്ഞാൽ സ്മാർട്ട് ബോർഡ്, ഈ രൂപത്തിലുള്ള സ്മാർട്ട് ബോർഡുകൾ സബൂറ ദക്കിയാണ്. ദെൻ അൽ ഹിക്കായ, ഹിക്കായ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം നമ്മളിങ്ങനെ വാക്കിലൂടെ വിവരിച്ചിട്ടോ അല്ലെങ്കിൽ എഴുതിയിട്ടോ ചെയ്യുന്നത്. ഖിസ്സ ഖസീറ, നമ്മൾ കഥകൾ എഴുതാറുണ്ട്, പറയാറുണ്ട്. അൽ ഖുതുബ, പ്രസംഗങ്ങൾ നമ്മൾ പറയുന്ന ഒന്നാണ്. അപ്പൊ ഇതെല്ലാം തന്നെ എന്താണ്? ഡിസ്കോഴ്സുകളാണ്, നമ്മുടെ ഉള്ളിലുള്ള ആശയങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് വരുന്നതാണ്. അതേസമയം സബൂറ ദക്കിയ എന്ന് പറയുന്നത് ഒരു ടീച്ചിങ് എയ്ഡ് ആണ് അല്ലെ. ടീച്ചർ പെട്ടെന്ന് കാര്യങ്ങൾ കുട്ടികൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് സബൂറ ദക്കിയ. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ്, ഇഖ്തർ അഷാദ്, ഷാദ് യാനി ഓഡ് വൺ അല്ലെ, ഒറ്റപ്പെട്ടത് തെരഞ്ഞെടുക്കാൻ കുറച്ച് ആളുകളെ പേര് നോം ചോംസ്കി, പാവ്ലോ, സ്കിന്നർ, തോണ്ടൈക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് കറക്റ്റ് നമ്മളൊരു ടാബിൾ എഴുതിയിട്ട്
നളരിയാത്തിൽ കൊടുത്തിട്ടുള്ളതാണ്. ഇതൊക്കെ ആരാണ്? ഓരോ ലേണിംഗ് തിയറിയുടെ വക്താക്കളാണ്. അപ്പോൾ ഓരോ ലേണിംഗ് തിയറി അതിൻ്റെ ഇംഗ്ലീഷ് നെയിം, അതിൻ്റെ വക്താക്കൾ ആരാണ് എന്നുള്ള ടാബിൾ കൊടുത്തിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് പഠിച്ചിട്ട് എക്സാമിന് പോകണം. അപ്പോൾ ഇതിൽ ഒറ്റപ്പെട്ടത് ആരാണ്? നോം ചോംസ്കി, പാവ്ലോ, സ്കിന്നർ, തൊണ്ടൈക്ക്. ഇതിലാരാണ്? നമുക്കറിയാം നോം ചോംസ്കി ആണ്. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം? നോം ചോംസ്കി എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്രാമർ തിയറിയുടെ വക്താവാണ്. ബാക്കി മൂന്നാളുകളും ബിഹേവിയറിസത്തിന്റെ വക്താവാണ്. അതുപോലെ തന്നെ ഈ ബിഹേവിയറിസം എന്ന് പറയുന്നത് മറ്റുള്ള ഒരു തിയറികളുമായിട്ടും യോജിക്കുന്നതല്ല. നമ്മൾ പഠിച്ച ബാക്കി തിയറികളൊക്കെ തന്നെ മോഡേൺ തിയറികളാണ്. ഓക്കെ, നെക്സ്റ്റ് ഹസ്ബൻ നളരിയാത്തിൽ ഹദീസ മോഡേൺ തിയറി അനുസരിച്ചുകൊണ്ട് ഇക്തിസാബുൽ ലുഗ ലാംഗ്വേജ് അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലാംഗ്വേജ് അക്വിസിഷൻ ഇവിടെ കുറേ കൊടുത്തിട്ടുണ്ട്. മിനൽ ഹർഫ് ഇലൽ കലിമാത്ത്, അക്ഷരത്തിൽ നിന്ന് പദത്തിലേക്ക്, തുമ്മ ഇലൽ മാനി, പിന്നെ ആശയത്തിലേക്ക്, പിന്നെ സെന്റൻസിലേക്ക്. അതായത് ഒരു ലാംഗ്വേജ് പഠിക്കേണ്ടത് മോഡേൺ തിയറീസ് പറയുന്നത് എങ്ങനെയാണ്? പണ്ട് കാലത്ത് പഠനം നമുക്കറിയാം, നമ്മൾ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ആദ്യം അക്ഷരങ്ങൾ പഠിക്കും, പിന്നെ വാക്കുകൾ പഠിക്കും, പിന്നെ സെന്റൻസുകൾ പഠിക്കും, പിന്നാണ് വലിയ വലിയ ആശയങ്ങളിലേക്ക് എത്തുന്നത്. പക്ഷെ ഇപ്പോൾ ആകെ ടീച്ചിങ് മെത്തഡോളജി മാറി. നമുക്കറിയാം 1ാം ക്ലാസ്സിലെ പുസ്തകമൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് ആശയത്തിൽ നിന്ന് അക്ഷരത്തിലേക്ക് എന്ന് പറയുന്ന ഒരു, അതായത് ഓൾ പിന്നെ ആമിൽ നിന്ന് ഖാസിലേക്ക് അല്ലെ, പൊതുവായതിൽ നിന്ന് ഏറ്റവും സ്പെസിഫിക് ആയിട്ട് ഉള്ളതിലേക്ക് എന്ന് പറയുന്ന മെത്തേഡാണ് ഇപ്പോൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആശയത്തിൽ നിന്ന് അക്ഷരത്തിലേക്ക് അങ്ങനെ ആയിരിക്കണം ലാംഗ്വേജ് അക്വിസിഷൻ നടക്കേണ്ടത് എന്നുള്ളതാണ് തിയറീസ് പറയുന്നത്. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്താണ്. അപ്പോൾ നമ്മളെങ്ങനെ ഇതെല്ലാം കൂടെ വായിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ടൈം ഒന്നും കളയാൻ നിൽക്കരുത്. ഇതിങ്ങനെ ഒറ്റ ഇതിൽ തന്നെ എടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിങ്ങനെ കുറേ കാര്യങ്ങൾ ഓർഡറായിട്ട് ഇങ്ങനെ ഓർഡറിൽ ഇങ്ങനെ തന്നതാണ്. അതിന്റെ ഓർഡർ ആക്കാനുള്ളതാണെന്ന് ഈ ഓപ്ഷൻ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. അപ്പൊ ഇങ്ങനെ ഓരോ ഓപ്ഷനും വായിച്ചിട്ട് സമയം കളയരുത്. അവിടെ നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാനുള്ള ട്രിക്ക് എന്താണ്? ആദ്യം തന്നെ ഇവിടേക്ക് വരാം. ഈ ഒരു പോർഷനെ മാത്രം നോക്കാം, ഇവിടെ മാത്രം സ്റ്റാർട്ടിങ് നോക്കാം. അവിടെ എന്താണ്? അക്ഷരത്തിൽ നിന്ന്, സെന്റൻസിൽ നിന്ന്, ആശയത്തിൽ നിന്ന്, അക്ഷരത്തിൽ നിന്ന്. അപ്പൊ നമുക്കറിയാം ആശയത്തിൽ നിന്ന് അക്ഷരത്തിലേക്കല്ലേ. അപ്പൊ മിനൽ മാനി. അപ്പൊ എന്നിട്ട് അതിന്റെ ലാസ്റ്റിലേക്ക് നോക്കാം, അത് ഓർഡറിൽ തന്നെ ആണോ നോക്കാം. ആശയത്തിൽ നിന്ന് നേരെ എന്ത് ചെയ്യണം? സെന്റൻസ്, പിന്നെ അവിടെ നിന്ന് വേർഡ്സിൽ നിന്ന് അക്ഷരം, അങ്ങനെ ചെറുതിലേക്ക് വരാം. ഓക്കെ, അപ്പൊ ഓപ്ഷൻ സി ഇസ് ദ ആൻസർ. നെക്സ്റ്റ് ലൈസ മിൻ വസ്ഫിൽ മുദരിസുൽ മിസാലി. കുറെ ആളുടെ ഡൗട്ടാണ് എന്താ ഈ മുദരിസുൽ മിസാലി എന്ന് പറയുന്നത്? റോൾ മോഡൽ ആയിട്ടുള്ള ഒരു മാതൃകാ അധ്യാപകൻ എന്ന് പറയും. അതായത് മുദരിസുൻ മിസാലി എന്ന് കാണാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുദരിസുൻ നാജ് അല്ലെ, മുദരിസുൻ നാജ് എന്ന് കാണാം, അല്ലെങ്കിൽ മുദരിസുൻ മുഖലിസ് എന്ന് കാണാം. ഇതൊക്കെ എന്താണ്? ഒരു സക്സസ്ഫുൾ ടീച്ചർ, ഒരു നല്ല റോൾ മോഡലായ ടീച്ചറെ പറയാൻ ഉപയോഗിക്കുന്ന മറ്റു പേരുകളാണ്. അപ്പോൾ ഒരു മാതൃകാ അധ്യാപകന്റെ ക്വാളിറ്റിയിൽ ലൈസ പെടാത്തതാണ് ചോദിക്കുന്നത്. ഒന്ന്, ദാരിസുൻ മുസ്തമിർ, ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥി ആയിരിക്കണം ഒരു അധ്യാപകന്. അതായത് ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ കുറച്ച് പ്രായം ചെന്ന അധ്യാപകരൊക്കെ ആണെങ്കിൽ അവർ പഠിക്കുന്ന സമയത്ത് ഇത്രയധികം ഡിജിറ്റൽ വിപ്ലവങ്ങളൊന്നും നടന്നിട്ടില്ല. അപ്പോൾ ഫോണ്, ഇന്റർനെറ്റ് ഒന്നും യൂസ് ചെയ്യാൻ അറിയാത്തവർ, കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്യാൻ അറിയാത്തവരുണ്ടായിരിക്കും. പക്ഷെ കാലം മാറി. നമുക്ക് വരുന്ന സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ഇതെല്ലാം നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കുട്ടികളാണ്. അവർക്ക് ആ രീതിയിലുള്ള ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴേ അവർക്ക് കൂടുതൽ കാര്യങ്ങളും ബോധ്യമാവുള്ളൂ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? നമ്മൾ കാലത്തിനൊത്ത് ഓടുന്ന, എപ്പോഴും ഒരു വിദ്യാർത്ഥി ആയിരിക്കണം. പുതിയ പുതിയ അറിവുകൾ എപ്പോഴും ആർജിച്ചു കൊണ്ടിരിക്കണം. അപ്പോൾ മൊബൈൽ അറിയാത്തവർ മൊബൈൽ നന്നായിട്ട് പഠിക്കുക, ഇന്റർനെറ്റ് അറിയാത്തവർ ഇന്റർനെറ്റ് നന്നായിട്ട് പഠിക്കാൻ തുടങ്ങുക. അങ്ങനെ ഒരു അധ്യാപകൻ എപ്പോഴും ഒരു കണ്ടിന്യൂസ് വിദ്യാർത്ഥി ആയിരിക്കണം, നമുക്കറിയാത്ത അറിവുകളെ ആർജിക്കുന്ന ആളായിരിക്കണം. ദെൻ അൽ മുതമസ്സിക് ബിൻ നളരിയാത്ത് സുലൂക്കിയ. നളരിയാത്ത് സുലൂക്കിയ ബിഹേവിയറിസം മുറുകെ പിടിക്കുന്ന ആളായിരിക്കണം. എന്താ ബിഹേവിയറിസം എന്ന് പറയുന്നത്? ലേണിംഗ് തിയറീസിലെ ഏറ്റവും പഴയ തിയറിയാണ് നളരിയാത്ത് സുലൂക്കിയ, നമ്മൾ പറഞ്ഞതാണ്. അതിന് മറ്റൊരു പ്രത്യേകത എന്താണ്? നമ്മൾ പഠിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ള ഒരു തിയറിയുമായിട്ട്, മോഡേൺ തിയറിയുമായിട്ട് യോജിക്കാത്ത ഒരു തിയറിയാണ് ബിഹേവിയറിസം. എന്തുകൊണ്ടാണ് അത് യോജിക്കാത്തത്? അത് പറയുന്നത് എന്താണ്? കുട്ടികളെ മനഃപ്പാഠമാക്കിക്കുക, കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെ സ്പൂൺ ഫീഡ് ചെയ്യുന്ന ഒരു ടൈപ്പിലേക്ക് ആക്കുക. ഇതാണ് ബിഹേവിയറിസം. ആവർത്തിച്ച് ഇങ്ങനെ മനഃപ്പാടാക്കി ഉരുവിട്ട് പഠിക്കുക. ഇതാണ് ബിഹേവിയറിസം മുന്നോട്ട് വെക്കുന്നത്. അതായത് അല്ലാതെ കുട്ടി സ്വന്തമായി ചെയ്ത് പഠിക്കട്ടെ, സ്വന്തമായി ചിന്തിച്ച് പഠിക്കട്ടെ എന്നുള്ള തിയറീസ് ഒന്നും തന്നെ ഒരാളെ ഡെവലപ്പ് ചെയ്യാൻ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് അതെന്തല്ല, ഒരു നല്ല അധ്യാപകൻ ഒരിക്കലും ബിഹേവിയറിസം ബേസിൽ ക്ലാസ് എടുക്കാൻ പാടില്ല.
ദെൻ അസ്വദീഖുൽ മുഖലിസ്, നല്ലൊരു നിഷ്കളങ്കനായ കൂട്ടുകാരനായിരിക്കണം. ഒരു അധ്യാപകൻ കുട്ടികളുടെ നല്ലൊരു ഫ്രണ്ട് ആയിരിക്കണം. ദെൻ മുയസ്സർ വ മുസായിദ് ലിദ്ദാരിസ്, കുട്ടികൾക്ക് നല്ല എളുപ്പത്തിലും അതുപോലെ കുട്ടികൾക്ക് ഒരു ഹെൽപ്പറൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരാളായിരിക്കണം അധ്യാപകൻ, അല്ലെ? അപ്പോൾ ഒരു അധ്യാപകന്റെ ക്വാളിറ്റിയിൽ പെടാത്തത് ബിഹേവിയറിസം പിടിച്ചു വെക്കുന്ന ഒരാളാ, ആ ഒരു രീതിയിൽ ആ രീതിയിൽ കുട്ടികൾ പഠിക്കണം എന്ന് പറയുന്ന ആളായിരിക്കരുത്. ബാക്കി കുട്ടികളോട് വളരെ ഫ്രണ്ട്ലി ആയിട്ടും അവരെ ഹെൽപ്പ് ചെയ്യുന്ന ആളായിട്ടും ഒരു കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിട്ടൊക്കെ ആയിരിക്കണം നല്ലൊരു അധ്യാപകൻ. അടുത്തത് ലൈസ മിൻ ഫവാഇദി അൽ വസാഇൽ താലിമിയ, ടീച്ചിങ് എയ്ഡ്സിന്റെ പ്രയോജനങ്ങളിൽ പെടാത്തത് ഏതാണെന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓക്കെ, വസാഇൽ താലിമിയ ടീച്ചിങ് എയ്ഡ്സിന്റെ പ്രയോജനങ്ങളിൽ പെടാത്തത്. ഒന്ന്, നമുക്കറിയാം ടീച്ചിങ് എയ്ഡ്സ് വെച്ചിട്ട് നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത്, ഞാനിപ്പോൾ ഇവിടെ ഈ സ്മാർട്ട് ബോർഡ് ഒന്നുമില്ല, ഞാൻ നേരെ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് എൻ്റെ കയ്യിലൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, അതിങ്ങനെ വായിക്കുന്നു, അതിൽ ഓപ്ഷൻസ് പറയുന്നു, നിങ്ങളോട് പറയുന്നു. ഈ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാകും. ചിലപ്പോൾ പ്രൊനൗൺസിയേഷൻ മനസ്സിലാവില്ല, ചിലപ്പോൾ കറക്റ്റ് എങ്ങനെയാണ് ആ വേർഡ് എഴുതേണ്ടതെന്ന് മനസ്സിലാവാത്ത, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. ഇതേ സമയം ഒരു ടീച്ചിങ് എയ്ഡ് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പ്രയോജനമൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചതാണ്. അപ്പോൾ അതിൻ്റെ പ്രയോജനത്തിൽ പെടാത്തത് ഒന്ന്, തഖ്ലീലുൽ ജുഹദ്, എഫേർട്ട് കുറയും. നെക്സ്റ്റ് ഇളാത്തുൽ വഖ്ത്, സമയം നഷ്ടാകും. ഇസാറത്ത് ഇഹ്തിമാമുദ്ദാരിസിൻ, കുട്ടികളുടെ ശ്രദ്ധ ഇളക്കിവിടാൻ സാധിക്കും, അതായത് ശ്രദ്ധ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റും. തസ്ഹീലു അമലിയത്തു താലീം, ടീച്ചിങ് പ്രോസസ്സ് എളുപ്പമാക്കാൻ പറ്റും. സിമ്പിൾ അല്ലേ? ഒരിക്കലും എന്താണ് ഈ ഒരു വസാഇൽ താലിമിയ സമയം നഷ്ടപ്പെടുത്തുന്നില്ല. സമയം എന്താണ്, സമയം തവഫുർ ചെയ്യാണ്, നമുക്ക് ലഭ്യമാക്കാണ്. സമയം കുറച്ചും കൂടെ തവഫുർ ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ ഉപയോഗിക്കുന്ന മറ്റൊന്നാണ് ഇഖ്തിസാദുൽ വഖ്ത്. ഓക്കെ, മനസ്സിലാവുന്നു? ഇഖ്തിസാദുൽ വഖ്ത് എന്ന് പറയാം. ഓക്കെ, ഇഖ്തിസാദുൽ വഖ്ത് എന്ന് കാണിക്കാം, അല്ലെങ്കിൽ തവഫുറുൽ വഖ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ശരിയാകും. അതായത് ടൈം അവൈലബിൾ ആക്കുക പെട്ടെന്ന് തന്നെ. അതായത് ഇത് ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് കുറേ ആശയങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് പെട്ടെന്ന് എത്തിക്കാൻ പറ്റുന്നുണ്ട്. അതല്ലാതെ ഇവിടെ എന്താണ്, ഒരിക്കലും എന്താണ് ഇളാത്തുൽ വഖ്ത്, അവിടെ സമയം എന്തല്ല നഷ്ടപ്പെടുത്തല്ല ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അതുമാതിരി എഫേർട്ട് കുറവാണ്, നന്നായിട്ട് ശ്രദ്ധ എല്ലാവർക്കും പിടിച്ചു നിൽക്കാൻ പറ്റും. അതുപോലെ ലേണിംഗ് പ്രോസസ്സ് ഇവിടെ എളുപ്പമായിട്ട് നടക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് അത്തഖ്വീം അൽ മുസ്തമിർ അൽ മുസ്തവഅബ് എന്ന് പറഞ്ഞാൽ എന്താണ്? CCE, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ ലാ യഖൂം, അത് നിർവഹിക്കാത്തത് എന്താണ് എന്നുള്ളത്. അതായത് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ ഏതൊക്കെ ഫീൽഡിലാണ് ഇത് ചെയ്യാത്തത് എന്നാണ് ചോദിക്കുന്നത്. ഒന്ന്, അൽ ജാനിബുൽ മഅറഫി, കോഗ്നിറ്റീവ് സൈഡ് അളക്കുന്നില്ലേ? അതായത് നമ്മുടെ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷനിൽ കുട്ടിക്ക് എന്തൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്തു എന്നുള്ളത് നമ്മൾ പരീക്ഷകൾ നടത്തുന്നുണ്ട്. ദെൻ അൽ ജാനിബുൽ ബദനി, കുട്ടിക്ക് ഫിസിക്കലായിട്ട് എന്തൊക്കെ ഉണ്ട് എന്നുള്ള ആ ഒരു ഇത് കൊടുക്കുന്നുണ്ടോ. അൽ ജാനിബുൽ ആത്തിഫി, കുട്ടിയുടെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ. അൽ ജാനിബുൽ അദാ, ഈ കുട്ടിയുടെ പെർഫോമൻസ് സൈഡ്. ഇതില് ജാനിബുൽ ബദനി മാത്രം കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നില്ല. പകരം കുട്ടിയുടെ ബ്രെയിനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുട്ടിയുടെ കോഗ്നിഷന്, കുട്ടിയുടെ ഫീലിങ്ങുകൾ, കുട്ടിയുടെ പെർഫോമൻസുകൾ, ഇതൊക്കെ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഇവാലുവേറ്റ് ചെയ്യും. അതല്ലാതെ കുട്ടിയുടെ ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നില്ല. ഓക്കെ, പിന്നെ നമുക്കറിയാം ഈ ഒരു CCE എന്ന് പറയുന്നത് നമ്മുടെ ഖാനൂനു ഹഖ്ഖു തർബിയ 2009 വിദ്യാഭ്യാസ അവകാശ നിയമത്തില് അതിൻ്റെ ഒരു പിന്നക്കമായിട്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷന് എന്താണ് ഭരണഘടനാപരമായിട്ട് നിർബന്ധമായിട്ടും കുട്ടികൾക്ക് നൽകണം എന്നുള്ള നിയമം വരുന്നത് ഇതിൻ്റെ സൈഡായിട്ടാണ്. ഇത് കുട്ടികളുടെ ഓൾറൗണ്ട് ഡെവലപ്മെന്റിനെ സഹായിക്കുന്ന ഒന്നാണ്. നെക്സ്റ്റ് അത്തർത്തീബുൽ അസിഹ ഫി ഖുതുവാത്തി തഖ്ദീമുൽ വഹദാത്ത്, അതായത് നമ്മളൊരു യൂണിറ്റ് പ്രസന്റ് ചെയ്യാണ്, കുട്ടികൾക്ക് ഒരു പാഠം നമ്മൾ എടുത്തു കൊടുക്കുകയാണ്. ആ എടുത്തു കൊടുക്കുന്ന സ്റ്റെപ്പിൽ ഏറ്റവും ശരിയായ സ്റ്റെപ്പ് ഏതാണെന്നുള്ളത് ഇതും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള നമ്മൾ ആശയത്തിൽ നിന്ന് അക്ഷരത്തിലേക്ക് എന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യന് ഡിസ്കസ് ചെയ്തല്ലോ, അതേ രീതിയിൽ തന്നെയാണ്. ഒരേ വേർഡ്സുകൾ ഇങ്ങനെ പല ഓർഡറിൽ കൊടുത്താണ്. അപ്പോൾ ഇതെല്ലാം കൂടെ വായിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, നിൽക്കരുത്, സമയം നഷ്ടപ്പെടും. നമ്മളിത് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ആദ്യത്തെ ഈ ഒരു
4 ഇങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്യുക. അതായത് തംഹീദ്, തത്ബീഖ്, തഖ്വീം. അതായത് ആമുഖം, ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, ഇവിടെ ആപ്ലിക്കേഷൻ, ഇവിടെ ഇവാലുവേഷൻ. നമുക്കറിയാം ഏതൊരു കാര്യം നമ്മൾ പറയുന്നതിന് മുമ്പും ഇൻട്രൊഡക്ഷൻ വരണം. ഞാൻ നേരെ ഒരു ക്വസ്റ്റ്യൻ ഇട്ടിട്ട് പറഞ്ഞു തരുന്നതിനേക്കാൾ നിങ്ങൾക്ക് എന്താണ്, ഇത് ഒക്ടോബർ 2022 നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് കറക്റ്റ് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഇത് എന്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് എന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ ഒരു ഇൻട്രൊഡക്ഷൻ എപ്പോഴും നിർബന്ധമാണ്. അപ്പം ഇനി നമ്മൾ എന്താ ചെയ്താൽ മതി, ഈ 2 ഓപ്ഷൻസിനെ മാത്രം ഇനി നോക്കിയാൽ മതി. എനെയും ബിനെയും നോക്കിയാൽ മതി, സിയും ഡിയും ഒഴിവാക്കാം. നമ്മൾ എങ്ങനെയാണ് പെട്ടെന്ന് ആൻസർ ചെയ്യേണ്ടത് എന്നുള്ളത് പറഞ്ഞു തരാം കേട്ടോ. ദെൻ ഇവിടെ 2 എന്താണ് തത്ബീഖ്, അപ്ലിക്കേഷന്. ഇവിടെ എന്താണ് തഖ്ദീം. അപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ തന്നിട്ട് നമ്മൾ നേരെ അപ്ലിക്കേഷനിലേക്കല്ലല്ലോ പോകേണ്ടത്. നമ്മൾ എന്ത് ചെയ്യണം, അത് പ്രസന്റ് ചെയ്യണം അല്ലെ, അത് പ്രസന്റ് ചെയ്ത് കൊടുക്കണം. പ്രസന്റ് ചെയ്തതിന്റെ ശേഷം കുട്ടികൾക്ക് അവർ പാഠം പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷം അതിൽ നിന്ന് എക്സസൈസുകൾ പരിശീലിക്കാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കണം. ദെൻ തത്ബീഖ്, അതിൻ്റെ അവർക്ക് അപ്ലിക്കേഷൻ അവർക്ക് സ്വന്തമായിട്ട് അതേ രീതിയിൽ നിർമ്മിക്കാനൊക്കെ വേണ്ടിയിട്ട് അവരോട് പറയുക. ദെൻ അത് ഇവാലുവേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ അത്താലീം അശ്ശാമിൽ ലിൽ ജമീഅ, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ യതളമ്മൻ. അപ്പോൾ ഒരു നിർബന്ധമായും പഠിക്കേണ്ടതാണ്. നിങ്ങൾ ക്ലാസ്സിൽ പോയാൽ നിങ്ങൾക്കറിയാം വളരെ കുറച്ച് കണ്ടന്റ് മാത്രമേ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ ഭാഗത്ത് പറയുന്നുള്ളൂ. അതുപോലെ തന്നെ അതിൽ നിന്ന് വരുന്ന എല്ലാ മോഡൽ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്താണ്. അത് കറക്റ്റായിട്ട് പഠിക്കുക. കാരണം ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വളരെ കുറവാണ്. അതുകൊണ്ട് നിർബന്ധമായിട്ട് ഇത് പഠിക്കുക. കാരണം അത്രയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ താലീം അശ്ശാമിൽ ലിൽ ജമിയ, അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റൊരു പേരെന്താണ്, നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്താണ്, അത്താലീം അൽ മുതളമ്മൻ എന്ന് പറഞ്ഞിട്ടുള്ള പേരിലും ആര് വരുന്നുണ്ട്, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിൽ ആരൊക്കെയാണ് ഉൾക്കൊള്ളുന്നതെന്നാണ് ചോദിക്കുന്നത്. ഒന്ന് അൽ മുജന്നിബൂന ഇജ്തിമായിയൻ, സാമൂഹ്യപരമായിട്ട് അകറ്റപ്പെട്ട ആളുകൾ. അൽ മുജന്നിബൂന ഇഖ്തിസാദിയൻ, സാമ്പത്തികപരമായിട്ട് അകറ്റപ്പെട്ടവര്. അത്ഫാലുൻ യുവാജിഹൂന തഹദിയാത്തിൽ ജിസ്മിയ, ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾ. അങ്ങനെ ഇതിൽ ആരൊക്കെ, കുല്ലമാദക്കർ, മുകളിൽ പറഞ്ഞവരെല്ലാം. നമുക്കറിയാം ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എല്ലാവരെയും അല്ലെ, സമൂഹത്തിലെ വ്യത്യസ്ത സ്റ്റേജിലുള്ള സാമൂഹ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും ശാരീരിക മാനസികപരമായിട്ടും വ്യത്യസ്ത സ്റ്റേജിലുള്ള കുട്ടികളെ ഒരൊറ്റ ക്ലാസ് റൂമിൽ ഒരുമിച്ചിരുത്തി പഠിപ്പിക്കുന്നതാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. അതുകൊണ്ട് തന്നെ ഇവിടെ ആൻസർ എന്താണ്, ഇവരെല്ലാവരും ഇതിൽ ഉൾപ്പെടുന്നവരാണ്. നെക്സ്റ്റ്, മിൻ ഒയൂബി ത്വരീഖത്തുൽ മുഹാലറ. എന്താ ത്വരീഖത്തുൽ മുഹാലറ എന്ന് പറഞ്ഞാൽ ലെക്ചർ മെത്തേഡിനെയാണ് ത്വരീഖത്തുൽ മുഹാലറ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മുടെ ക്ലാസ്സൊക്കെ ഏകദേശം ഒരു ലെക്ചർ മെത്തേഡാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കോളേജസിലൊക്കെ കൂടുതലായിട്ടും ലെക്ചർ മെത്തേഡാണ് അവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ത്വരീഖത്തുൽ മുഹാലറയുടെ നെഗറ്റീവ്, പിന്നെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ടീച്ചിങ് മെത്തഡോളജിയിൽ പ്രത്യേകിച്ചും ചെറിയ കുട്ടികൾ പെഡഗോജിയിലൊന്നും എന്താണ് ലെക്ചർ മെത്തേഡ് തീരെ സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം കുട്ടികളുടെ മുന്നിൽ ഇങ്ങനെ കണ്ടന്റ് വാരി പറഞ്ഞ് നേരെ എഴുന്നേറ്റ് പോവാൻ എന്താണ് ചെറിയ കുട്ടികളുടെ അടുത്ത് അത് പാടില്ല. അവരുടെ മൂഡ്സിനനുസരിച്ചിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടായിരിക്കണം ക്ലാസ് ഉണ്ടാവേണ്ടത്. അപ്പോൾ ഈ ഒരു ലെക്ചർ മെത്തേഡിന്റെ നെഗറ്റീവ്, സഹ്ലു തത്ബീഖ്, നമുക്ക് അപ്ലൈ ചെയ്യാൻ എളുപ്പമാണ്. അതൊരു പോസിറ്റീവാണ്. മുഹാലറയുടെ ഒരു പോസിറ്റീവ് അല്ലത്, പെട്ടെന്ന് തന്നെ ക്ലാസ് എടുക്കാൻ കഴിയും. കുറെ എന്താണ് ടീച്ചിങ് എയ്ഡ്സ് ഒന്നും കൊണ്ടുപോയിട്ട് ക്ലാസ് എടുക്കേണ്ട ആവശ്യമില്ല, അവിടെ നിന്ന് അങ്ങ് പറഞ്ഞാൽ മതി. നെക്സ്റ്റ്, മുഖാത്തബത്തു അദദുൻ കബീർ, ഒരുപാട് കുട്ടികൾ അഭിസംബോധന ചെയ്ത് ക്ലാസ് എടുക്കാൻ പറ്റും അല്ലെ. കോളേജസിലായാലും ഒക്കെ നമുക്ക് ഒരുപാട് കുട്ടികളോട് വൺ സൈഡ് അല്ലേ സംസാരിക്കുന്നുള്ളൂ, അപ്പൊ പെട്ടെന്ന് ക്ലാസ് എടുക്കാൻ പറ്റും. അതുപോലെ തൗഫീറുൽ വക്ത്, ടൈം നല്ല അവൈലബിൾ ആണ്. കുറച്ച് ടൈം കൊണ്ട് തന്നെ പെട്ടെന്ന് ക്ലാസ് ഒക്കെ എടുത്ത് തീർക്കാൻ പറ്റും, പോസിറ്റീവാണ്. ദെൻ ഇഹ്മാലു അൽ ഫുറൂഖുൽ ഫർദിയ, ഇൻഡിവിജ്വൽ ഡിഫറൻസിനെ അവഗണിക്കുക. ഈ ഇഹ്മാൽ എന്ന് പറഞ്ഞ വേർഡ്സ് ഒക്കെ എത്രയോ തവണ നമ്മൾ PYQൽ അനലൈസ് ചെയ്താണ്. അപ്പോൾ ഇങ്ങനെയുള്ളത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിൽ നെഗറ്റീവ് ടേം ഏതാന്നുള്ളത് നോക്കാം. ആ നെഗറ്റീവ് ആയിരിക്കും അവിടെ ഒയൂബായിട്ട് വരുന്നത്, ന്യൂനതയായിട്ട് വരുന്നത്. അങ്ങനെയൊക്കെ പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഇൻഡിവിജ്വൽ ഡിഫറൻസുകളെ അവഗണിക്കുക അല്ലെ. ഓരോ കുട്ടിക്കും പല രീതിയിലായിരിക്കും ക്ലാസ്സിന്റെ ആവശ്യം, പിന്നെ ഓരോ കുട്ടിക്കും ഓരോ ഡൗട്ടുകൾ ഉണ്ടാവും. ഇതൊന്നും ഒക്കെ അവോയ്ഡ് ചെയ്തുകൊണ്ടായിരിക്കും അയാൾ എന്ത് ചെയ്യുന്നത്, ക്ലാസ് എടുക്കുന്നത്. ഇതാണ് ത്വരീഖത്തുൽ മുഹാലറന്റെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത്. ഇതെല്ലാം അതിന്റെ പോസിറ്റീവ്സ് ആണ്. ഇത് പെട്ടെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും, ഒരുപാട് ആളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റും,
കുറച്ച് സമയത്തിൻ്റെ ഉള്ളിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും. പക്ഷെ എന്താണ്, അവിടെ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഒന്നും പരിഗണിക്കുകയില്ല. അതതിൻ്റെ ഒരു നെഗറ്റീവാണ്. ഇതെല്ലാം അതിൻ്റെ പോസിറ്റീവ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ്. യഹ്താജു അത്തഖവീമു ദാത്തി, സെൽഫ് ഇവാലുവേഷൻ ആവശ്യമാണ്. ആർക്കൊക്കെ? ലിൽ മുദരിസി ഫഖത്ത്, അധ്യാപകന് മാത്രം. ലിൽ ദാരിസ് ഫഖത്ത്, വിദ്യാർത്ഥിക്ക് മാത്രം. ലിൽ മുദരിസി വദ്ദാരിസി മാൻ, അധ്യാപകനും വിദ്യാർത്ഥിക്കും ഒരുമിച്ച്. ലിൽ വാലിദൈനി ഫഖത്ത്, മാതാപിതാക്കൾക്ക് മാത്രം. ആർക്കൊക്കെയാണ് സെൽഫ് ഇവാലുവേഷൻ വേണ്ടത്? സെൽഫ് ഇവാലുവേഷൻ ലിൽ മുദരിസി വദ്ദാരിസി മാൻ, അധ്യാപകനും സെൽഫ് ഇവാലുവേഷൻ വേണം, വിദ്യാർത്ഥിക്കും. നമ്മളിപ്പോൾ എന്താണ് എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള ഏരിയ പറയാണ്, അതുകൊണ്ട് മാതാപിതാക്കൾക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ഇല്ല. പിന്നെ അധ്യാപകൻ മാത്രം. ഞാനൊരു ക്ലാസ് പഠിപ്പിച്ചു കൊടുത്തിട്ട് കുട്ടികൾക്ക് അത് മനസ്സിലായോ, ഞാൻ എല്ലാ പോയിന്റ്സും പറഞ്ഞു കൊടുത്തോ, അവർക്ക് ഈ ഒരു മെത്തേഡ് യൂസ്ഫുൾ ആയോ, അവർക്ക് ഇങ്ങനെ അധ്യാപകൻ സ്വന്തം വിലയിരുത്തണം. അത് മാത്രം മതിയോ? വിദ്യാർത്ഥികളും സ്വന്തം, എനിക്ക് എന്തൊക്കെ മനസ്സിലായി, എന്തൊക്കെ മനസ്സിലായില്ല, സാറാ പറഞ്ഞത് എന്തൊക്കെയാണ്, ഈ ഒരു കാര്യം നന്നായിട്ട് മനസ്സിലായല്ലോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിദ്യാർത്ഥിയും ചെയ്യണം. എന്നിട്ട് അതിനനുസരിച്ചിട്ട് രണ്ടുപേരും അവരുടെ പോരായ്മകൾ നികത്തണം. ഇങ്ങനെ ആവുമ്പോഴേ എന്താവുള്ളൂ, രണ്ടുപേർക്കും അത് ടീച്ചിങ് നന്നാക്കാനും ലേണിംഗ് നന്നാക്കാനും ഒക്കെ, അവിടെ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് നന്നാക്കാനും ഒക്കെ സാധിക്കുള്ളൂ. അതുകൊണ്ട് അധ്യാപകനും വിദ്യാർത്ഥിക്കും സെൽഫ് ഇവാലുവേഷൻ അനിവാര്യമാണ്. നെക്സ്റ്റ്, മഫ്ഹൂം അദ്ദക്കാഉൽ മുതഅദ്ദിദ്. ഈ ഒരു പോർഷൻ ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ വളരെ കുറവാണ്. എന്താ ദക്കാഉൽ മുതഅദ്ദിദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ആണ്. ഒരിക്കലും മറക്കരുത്. പിന്നെ ഈ ഒരു പോർഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കി മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ്, ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്, മ്യൂസിക്കൽ ഇന്റലിജൻസ് എന്നൊക്കെ പറയുന്നത് എന്താണ്? ദക്കാഉൽ മുതഅദ്ദിദ് ആരുടേതാണ്? ഹവാർഡ് ഗാർഡനറുടെ ആണ്. അദ്ദേഹം പറയുന്ന 8 ഇന്റലിജൻസ് ഉണ്ട്. അതിൽ പെടുന്ന ഒരു 3 ഇന്റലിജൻസ് ആണ് ഈ തന്നിട്ടുള്ളത്. അതിൽ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസിന് എന്ത് പറയും? ദക്കാഉൽ റഖമി അല്ലെങ്കിൽ ദക്കാഉൽ മൻതഖി എന്ന് പറയും. ഇന്റർപേഴ്സണൽ ആണെങ്കിൽ ദക്കാഉൽ അലാഖാത്തി, ദക്കാഉൽ ജമാഇ എന്നൊക്കെ പറയാറുണ്ട്. മ്യൂസിക്കൽ ആണെങ്കിൽ ദക്കാഉൽ മ്യൂസിഖി എന്ന് പറയും. അതുപോലെ തന്നെ ദക്കാഉൽ ഷഖ്സി, പേഴ്സണലായിട്ട് ഇൻട്രാ പേഴ്സണൽ ആയിട്ടുള്ള ഇന്റലിജൻസ് ഉണ്ട്. അങ്ങനെ 8 തരത്തിലുള്ളത് നമ്മൾ പറഞ്ഞതാണ്. ആ ഒരു ഏരിയ കറക്റ്റ് മനസ്സിലാക്കി വെക്കണേ. ട്രാൻസ്ലേഷന് ചോദിക്കും. ഇനി മറ്റൊരു റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് അക്കലൽ മൗസ അൽ വലദു എന്ന് പറഞ്ഞിട്ട് ഒരു ജുംല തന്നിട്ടുണ്ട്. അതിന്റെ തെറ്റ് എന്താണ് എന്നുള്ളതാണ്. അവിടെ ഏതൊരു എറർ ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ നടത്തേണ്ടത് എന്നുള്ളതാണ് ചോദിച്ചത്. ഇവിടെ എന്താണ് ആശയം? എന്താണ്? കുട്ടി പഴം തിന്നു അല്ലെ. പക്ഷെ അറബിയിൽ എങ്ങനെ ആയിരിക്കണം? ആദ്യം ഫായില് വരണം, ആദ്യം ഫിഅല് വരണം, ആ ചെയ്ത പ്രവൃത്തി, പിന്നെ ഫായിൽ, അത് ചെയ്ത ആള് വരണം, പിന്നെ മഫൂലും ബിഹി, എന്തിന്മേലാണോ അത് ചെയ്തത് അത് വരണം. അപ്പോൾ ഇവിടെ അക്കല തിന്നു, അത് ഓക്കെ, അതിന്റെ തർക്കീബൊക്കെ ഇതൊക്കെ നഹ്വൊക്കെ ഓക്കെയാണ്. അക്കല, പിന്നെ ആരാണ് തിന്നത്? അൽ വലതു, ഫായിൽ അല്ലെ, കുട്ടിയാണ് അത് തിന്നത്. ഫായിലിന് അവിടെ റഫ് ഉണ്ട്. ഓക്കെ, റഫ് അവിടെ ഉണ്ട്. പിന്നെ അൽ മൗസ പഴത്തിനെയാണ് തിന്നത്. അത് മഫൂലുൻ ബിഹി ആണ്, അതിന് നസ്ബായിരിക്കണം വേണ്ടത്. അതും അവിടെ ഉണ്ട്. പക്ഷെ അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്. അതെന്താണ്? അതിന് ഏത് എഡിറ്റിംഗ് ആണ് ചെയ്യേണ്ടത്? തഹ്രീറുൽ മബ്ഹസി, തഹ്രീറുൽ അജ്റൂമി, തഹ്രീറുൽ തർക്കീബി, തഹ്രീറുൽ തഹ്ജിയ. ഒരുപാട് തവണ നമ്മൾ പറഞ്ഞതാണ്. തഹ്രീറു തർക്കീബി അല്ലെ, സ്ട്രക്ചറൽ ആയിട്ടുള്ള ഇതിന്റെ ഒരു സ്ട്രക്ചറിൽ എന്തുണ്ട്? എഡിറ്റിംഗ് ആണ് നടത്തേണ്ടത്. കാരണം ആദ്യം ഫീല് വരണം, ദെൻ ഫായില്, പിന്നെ എങ്ങനെ വേണ്ടത്? അക്കലൽ വലതു അൽ മൗസ, അക്കലൽ വലതു അൽ മൗസ, അങ്ങനെയാണ് വേണ്ടത്. അപ്പൊ അതിന്റെ ആ ഒരു സ്ട്രക്ചറിൽ തെറ്റുണ്ട്. അതാണ് തഹ്രീറു തർക്കീബി. എന്താ തഹ്രീറുൽ അജ്റൂമി എന്ന് പറഞ്ഞാല്? നഹ്വ് പരമായിട്ട്. ഇപ്പൊ അവിടെ അക്കലൽ മൗസു അൽ വലദ എന്നാണെങ്കിൽ അവിടെ നഹ്വ് തെറ്റുണ്ട് അല്ലെ. പഴം കുട്ടിയെ തിന്നു എന്നായി മാറും. അപ്പം അവിടെ നഹ്വ് അക്കലൽ മൗസു അൽ വലദ എന്നാവുമ്പോ അവിടെ നഹ്വില് തെറ്റുവരും. തഹ്രീറുൽ മബ്ഹസി, തീമാറ്റിക് എഡിറ്റിംഗ്, അതായത് അക്കലൽ മൗസു അൽ വലദ എന്ന് പറയുമ്പോഴെന്താ? പഴം കുട്ടിയെ തിന്നു. അതൊരിക്കലും നടക്കുന്ന ഒരു സംഭവമല്ല അല്ലെ. അതുകൊണ്ട് അത് അവിടെ തെറ്റാണ്. ദെൻ തഹ്രീറു തഹ്ജ എന്ന് പറഞ്ഞാല് അക്കല എന്നുള്ളത് അക്കല എന്ന് എഴുതിയാലോ അവിടെ അക്ഷര തെറ്റായി. അതാണ് തഹ്രീറു തഹ്ജ. നമ്മൾ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാണ്. അപ്പൊ ഇവിടുത്തെ തെറ്റ് തർക്കീബിലാണ് തെറ്റ് വന്നിട്ടുള്ളത്, മറ്റു കാര്യങ്ങളിലൊന്നും തെറ്റ് വന്നിട്ടില്ല.
ദെൻ അസാനിയ മിൻ മഹാറത്തിൽ അർബ, എത്രയോ പ്രാവശ്യം ക്വസ്റ്റ്യൻ വന്നാണ്. 4 സ്കിൽസിലെ രണ്ടാമത്തേത് ഏതാണ്? ഏതാ 4 സ്കിൽസ്? ലാംഗ്വേജ് ലേണിംഗിലെ 4 സ്കിൽസ് ഏതൊക്കെയാണ്? LSRW. ഇത് ഇതേ ഓർഡറിൽ പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഓർഡർ ആക്കാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ഇതിലെ രണ്ടാമത്തേത് ഏതാണ്, ആദ്യത്തേത് ഏതാണ് ഒക്കെ ഉള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇതിൽ രണ്ടാമത്തേത് ഏതാണ്? LS അല്ലെ, സ്പീക്കിംഗ് ആണ് രണ്ടാമത്തേത്. അത്തഹദ്ദുസ്. ഓക്കെ, ഇത് റീഡിങ്, ഇത് ലിസണിങ്, ഇത് സ്പീക്കിംഗ്, ഇത് റൈറ്റിംഗ്. ഇതിൽ രണ്ടാമത്തേത് സ്പീക്കിംഗ്, LSS ആണ് അവിടെ സ്പീക്കിംഗ് വരുന്നത്. നെക്സ്റ്റ്, ലൈസ മിനൽ അൻഷിത്തത്ത് സൊഫിയ, ക്ലാസ് ആക്ടിവിറ്റീസിൽ പെടാത്തത്. അലാബുൽ ലുഅവിയ, ലാംഗ്വേജ് പ്ലേസുകൾ. കാരണം ലാംഗ്വേജിന്റെ കുറെ തരത്തിലുള്ള കളികൾ നമ്മൾ പല രീതിയിലുണ്ടായിരിക്കും. കുറെ വെർബുകൾ പറയാ, ഇപ്പോൾ ഓരോ പിന്നെ പദങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന്റെ അവസാനത്തെ അക്ഷരം കൊണ്ട് അടുത്ത വേർഡ് പറയാം. അങ്ങനെ കുറെ ലാംഗ്വേജ് പ്ലേകളുണ്ട്. ദെൻ അത്തംസീലുൽ ഫർദി, പിന്നെ ഇൻഡിവിജ്വൽ ഡ്രാമകൾ, റോൾ പ്ലേകൾ. ദെൻ അൽ ഇഖ്തിബാറുൽ മൂജസ്, ഒരു ഷോർട്ട് ടെസ്റ്റ്, ചെറിയൊരു ക്ലാസ് ടെസ്റ്റ്. ദെൻ അർ റിഹ്ലാത്ത്, ട്രിപ്പുകൾ, ഫീൽഡ് ട്രിപ്പുകൾ. ഇതിലേതാണ് ക്ലാസ് ആക്ടിവിറ്റീസിൽ പെടാത്തത്? നമുക്കറിയാം ഈ 3 എണ്ണം ക്ലാസ്സിൽ നിന്ന് നടത്താൻ പറ്റുന്ന ആക്ടിവിറ്റീസ് ആണ്. അതേസമയം ഫീൽഡ് ട്രിപ്പ് നമുക്ക് ക്ലാസ്സിൽ ഇരുന്ന് ചെയ്യാൻ പറ്റില്ല. അത് എന്താണ്? അൽ അൻഷിത ഒയർ സൊഫിയ അല്ലെ, അൽ അൻഷിത ഒയർ സൊഫിയ എന്നാണ് അതിനെ പറയുക. അതായത് ക്ലാസ്സിന് പുറത്തുള്ള ആക്ടിവിറ്റി, അൽ അൻഷിത ഒയർ സൊഫിയ, ഒയിനാട്ടാ. നെക്സ്റ്റ്, ഇഖ്തർ മിനൽ അതിയ, താഴെ തന്നതിൽ നളരിയത്തു തർബിയ അൽ ഖദീമ, ഏറ്റവും പഴയ എഡ്യൂക്കേഷണൽ തിയറി ഏതാണ്? ഒരുപാട് തവണ പറഞ്ഞ കാര്യമാണ് അല്ലെ. നളരിയ സുലൂക്കിയ, നളരിയ ഖവായിദ ബിനായിയ, ബിനായിൽ ഇജ്തിമായ. നമുക്കറിയാം സുലൂക്കിയാണ് ഏറ്റവും പഴയ തിയറി എന്ന് പറയുന്നത്. ബാക്കിയുള്ള എല്ലാം മോഡേൺ ആണ്. നെക്സ്റ്റ്, യഹ്തമു അത്തഅലീം അൽ ഇലാജി, റെമഡിയൽ ടീച്ചിങ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തിനാണ്? മുത്തഫവ്വിഖീൻ, ഏറ്റവും ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള, ക്ലാസ്സിൽ നല്ല ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് കാഴ്ചവെക്കുന്ന കുട്ടികൾക്കാണ് റെമഡിയൽ ടീച്ചിങ്. അൽ മുതഖല്ലിഫീൻ, ബാക്ക്വേർഡ് ആയിട്ടുള്ള കുട്ടികൾക്ക്. അൽ മുആഖീൻ, ഡിസേബിൾഡ് ആയിട്ടുള്ള പ്രയാസങ്ങളുള്ള കുട്ടികൾക്ക്. അൽ മുദർരിസീൻ, അധ്യാപകർക്ക്. ആർക്കാണ് റെമഡിയൽ ടീച്ചിങ് കൊടുക്കുന്നത്? റെമഡിയൽ ടീച്ചിങ് കൊടുക്കുന്നത് മുതഖല്ലിഫീൻ, ബാക്ക്വേർഡ് ആയിട്ടുള്ള കുട്ടികൾക്കാണ്. കാരണം എന്താണ്? റെമഡിയൽ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ് നമ്മൾ ആദ്യം ചെയ്യുക. അതായത് നമ്മൾ പല ടെസ്റ്റുകൾ നടത്തിയിട്ട്, കുട്ടികളെ പല രീതിയിലുള്ള ടെസ്റ്റുകൾ നടത്തിയിട്ട്, വായിക്കാൻ പ്രയാസമുള്ള കുട്ടികളെ, പിന്നെ അതുപോലെ തന്നെ എഴുതാൻ പ്രയാസമുള്ള കുട്ടികളെ, കേൾക്കാൻ പ്രയാസമുള്ള കുട്ടികൾ, ഇങ്ങനെ പല രീതി ഓരോ കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ പ്രയാസമുള്ള കുട്ടികൾ, ഇങ്ങനെയുള്ള ബാക്ക്വേർഡ് ആയിട്ട് നിൽക്കുന്ന കുട്ടികളെ നമ്മൾ കണ്ടെത്തും. എന്നിട്ട് അവർക്ക് താലീമൽ ഐലാജ്, റെമഡിയൽ ടീച്ചിങ് കൊടുത്തു കഴിഞ്ഞ് കുറെ സപ്പോർട്ടുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ വായിക്കാൻ പ്രയാസമുള്ള കുട്ടിക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല ബോർഡുകളൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് അതിലൊക്കെ അതിലുള്ള കാര്യങ്ങളൊക്കെ വായിക്കുക, നല്ല പിക്ചേഴ്സിന്റെ അടിയിലുള്ളതൊക്കെ വായിപ്പിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് നന്നായിട്ട് വായിക്കാൻ പറ്റുന്ന ലെവലിലേക്ക് എത്താൻ പറ്റും. അത് ആർക്കാ എത്താൻ പറ്റുക? മുത്തഖല്ലിഫീൻ, ബാക്ക്വേർഡ് ആയിട്ടുള്ള കുട്ടികൾക്കാണ് എത്താൻ പറ്റുക. അതേസമയം മുആഖീനായിട്ട് ഈ നമുക്ക് പ്രശ്നമില്ല. കാരണം ഔട്ട്സ്റ്റാൻഡിംഗ് ആയ കുട്ടികൾ, അവരെ അങ്ങനെ ഒരു റെമഡിയൽ ടീച്ചിങ് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് രണ്ടുമാണ് എല്ലാവർക്കും കൺഫ്യൂഷൻ ആവുക, പിന്നെ അധ്യാപകർക്കും ഇല്ല. അതായത് മുത്തഖല്ലിഫീനും മുആഖീനും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കുക, എന്നാൽ തന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാവും. മുത്തഖല്ലിഫീൻ എന്ന് പറഞ്ഞാൽ ബാക്ക്വേർഡ്, ഖൽഫ് അല്ലെ, ഖൽഫ്, മുത്തഖല്ലിഫ് അല്ലെ. ഖൽഫ് എന്ന് പറഞ്ഞാൽ എന്താ? ബാക്ക്വേർഡ് എന്ന് പറഞ്ഞാല് പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾ. ആ കുട്ടികൾക്ക് നമ്മൾ സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മുന്നിലേക്ക് വന്ന് നന്നായി വായിക്കാനും എഴുതാനും എല്ലാ കാര്യങ്ങളിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും പറ്റും. അതേസമയം മുആഖീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ ഡിസേബിൾഡ് ആയിരിക്കും. അതായത് ഇപ്പോൾ വായിക്കാൻ പറ്റാത്ത മീൻസ് വായക്ക് എന്തെങ്കിലും പ്രശ്നമുള്ള കുട്ടികൾ, കറക്റ്റ് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റാത്ത കുട്ടികൾ, അതായത് ജന്മനാ എന്താണ് ചിലപ്പോൾ കണ്ണിന് കാഴ്ചയില്ലാത്ത കുട്ടികൾ, അങ്ങനെ ജന്മനാ വൈകല്യങ്ങൾ ഉള്ളവരുണ്ടായിരിക്കും. അപ്പൊ അവർക്ക് നമുക്ക് റെമഡിയൽ ടീച്ചിങ് കൊടുത്തു കഴിഞ്ഞാലും അവരെ നമുക്കൊരു പെർട്ടിക്കുലർ ലെവലിലേക്ക് എത്തിക്കാൻ കഴിയില്ല. കാരണം അവരുടെ ബ്രെയിന് അല്ലെങ്കിൽ അവരുടെ ബോഡി അവരെ സപ്പോർട്ട് ചെയ്യുന്നതിനൊരു പരിധിയുണ്ട്. അപ്പോൾ അതാണ് റെമഡിയൽ ടീച്ചിങ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ബാക്ക്വേർഡ് സ്റ്റുഡൻസിനാണ്, അതല്ലാതെ ഡിസേബിൾഡ് സ്റ്റുഡൻസിനല്ല. അവർക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള അവരുടേതായിട്ടുള്ള ആക്ടിവിറ്റീസിനാണ് സൗകര്യം കൊടുക്കുക. നെക്സ്റ്റ്, ഓഡിയോ വിഷ്വൽ എയ്ഡ്സിൽ പെടുന്നത് ഏതാണ്? ഖരീത്വത്ത്, നമ്മുടെ മാപ്പുകള്, ചാർട്ടുകളൊക്കെ. അല്ല ഇഹാത്ത്,
ഈ ക്ലാസ്സിൽ ഇങ്ങനെ തൂക്കുന്ന ചെറിയ ചെറിയ ചാർട്ട് പോലെയുള്ള ഇതൊക്കെ ഉണ്ടാവുമല്ലോ. ദെൻ സബ്ബൂറ ബോർഡ്, തിൽഫാസ് ടെലിവിഷൻ. നമുക്കറിയാം ടെലിവിഷൻ ആണ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്. സബ്ബൂറ എന്ന് പറഞ്ഞാൽ ഒരു വിഷ്വൽ എയ്ഡ് ആണ്. ബോർഡ് എന്ന് പറഞ്ഞാൽ ഒരു വിഷ്വൽ എയ്ഡ് ആണ്, കാണാൻ മാത്രമേ പറ്റുള്ളൂ. ലായിഹാത്ത് ചുവരിൽ ഇങ്ങനെ തൂക്കുന്ന, നമ്മുടെ ക്ലാസ് റൂമിലൊക്കെ പോയാൽ കാണാം കുറേ ഫോട്ടോസൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുള്ള, അതൊക്കെ വിഷ്വൽ എയ്ഡ്സ് ആണ്. ഖരീത്തത്ത് ചാർട്ട് പേപ്പർ അല്ലെങ്കിൽ മാപ്സുകളൊക്കെ തന്നെ എന്താണ് വിഷ്വൽ എയ്ഡ്സിൽ വരുന്നതാണ്. മിൻ മീസത് തുറക്കു തദ്രീസ് അൽ ഖദീമ, പഴയ ടീച്ചിങ് മെത്തേഡ്സിന്റെ പ്രത്യേകത എന്താണ്? പണ്ടത്തെ ടീച്ചിങ് മെത്തേഡ്സിന്റെ പ്രത്യേകത എന്താണ്? തുറക്കിസ് അല ദാരിസ്, അത് സ്റ്റുഡന്റ് സെൻട്രിക് ആയിരിക്കും. താഴ്ത്തമിദ് അല അജ്ഹിസത്ത് തഖ്നിയാത്തിൽ ഹദീസ, മോഡേൺ ടെക്നിക്കൽ ഡിവൈസുകളെ അവലംബിക്കും. ലാ തുറക്കിസ് അല തഫാവുൽ ബൈനൽ മുദർരിസ് വ ത്വാലിബ്, അധ്യാപകനും കുട്ടിക്കും ഇടയിലുള്ള ഇന്ററാക്ഷനിനെ കേന്ദ്രീകരിക്കുന്നില്ല. തുറായി അൽ ഫുറൂഖ് അൽ ഫർദിയ, ഇൻഡിവിജ്വൽ ഡിഫറൻസിനെ പരിഗണിക്കും. നമുക്കറിയാം പഴയ ടീച്ചിങ് മെത്തഡോളജി, പ്രത്യേകിച്ച് ഗുരുകുല സമ്പ്രദായം, ഗുരു എന്താണോ പറയുന്നത് അത് ശിഷ്യന്മാർ കേട്ടിട്ട് പോവുക എന്നുള്ളതായിരുന്നു. അവിടെ എന്താണ് അധ്യാപകനും സ്റ്റുഡൻസിനും ഇടയിലുള്ള ഒരു ഇന്ററാക്ഷൻ പോലും അവിടെ എന്താണ് കേന്ദ്രീകരിക്കുന്നില്ല. എന്നാൽ ഇപ്പോഴത്തേത് സ്റ്റുഡന്റ് സെൻട്രിക് ആണ്, മോഡേൺ ഡിവൈസുകളൊക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ളതാണ്, ഇൻഡിവിജ്വൽ ഡിഫറൻസിനെയൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് അത്തർബിയത്തുൽ ഹദീസ നിലനിൽക്കുന്നത്. നെക്സ്റ്റ്, ഡാഷ് യുറഫ് ബിൽ മുഹാദസ. എന്താണ് മുഹാദസ? ഡിസ്കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അന്നവാത്തിജ് താലമിയ ലേണിംഗ് ഔട്ട്കം ആണ്. അദ്ദക്കാഉൽ മുതഅദ്ദിദ മൾട്ടിപ്പിൾ ഇന്റലിജൻസ്. അദ്ന വഹ്ദ ലുഅവിയ, ലാംഗ്വേജിന്റെ ഏറ്റവും ബേസിക് യൂണിറ്റ്. തുറുഖു തദ്രീസ് ടീച്ചിങ് മെത്തഡോളജി നമ്മൾ പഠിച്ചതാണ്. അദ്ന വഹ്ദത്തുൽ ലുഅവിയ അല്ലെങ്കിൽ അദ്ന വഹ്ദത്തു തവാസുൽ, കമ്മ്യൂണിക്കേഷന്റെ അല്ലെങ്കിൽ ലാംഗ്വേജിന്റെ ഏറ്റവും ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് ആരാണ്? മുഹാദസത്താണ്. നമ്മൾ ആ ഒരു വേർഡ് അതുപോലെ തന്നെ പഠിച്ചിട്ടുണ്ട്. ഒരുപാട് ക്വസ്റ്റ്യനിൽ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒന്നാണിത്. നെക്സ്റ്റ്, ലാംഗ്വേജിന്റെ ഫംഗ്ഷനെ കുറിച്ചിട്ട് 4 ബേസിക് ഫംഗ്ഷൻ ആണ് ഏതൊരു ലാംഗ്വേജിനുള്ളത്. അന്നെന്താണ് ഉള്ളിലുള്ളത്? താബീർ ചെയ്യാൻ, പിന്നെന്താണ് നമുക്ക് തവാസുൽ, പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ആ രീതിയിലേക്ക് തഹയ്യിൽ ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലായിഫുകൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതിൽ ഒറ്റപ്പെട്ടത് ഏതാണ്? ഒന്ന് വസീല ലി ഇക്തിസാബിൽ അംവാൽ, ധനം സമ്പാദിക്കാനുള്ള ഒരു മാർഗം. വസീലത്തുൽ ഇത്തിസ്വാൽ, പരസ്പരം ആശയവിനിമയം നടത്താനുള്ള മാർഗം. വസീല മാരിഫത്തു സഖാഫാത്ത്, പല കൾച്ചർ സംസ്കാരങ്ങളെ കുറിച്ചിട്ടുള്ള അറിവ് നേടാനുള്ള മാർഗം. വസീല ലി താബീർ, എക്സ്പ്രസ് ചെയ്യാനുള്ള മാർഗം. ഇതിൽ ഏതാണ് വലായിഫുല്ലായുമായി ബന്ധപ്പെട്ട, ലാംഗ്വേജിന്റെ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ടത് പെടാത്തത്? നമുക്കറിയാം ലാംഗ്വേജ് ഒരിക്കലും ഒരു ധനം ഉണ്ടാക്കുക എന്നുള്ളതിന് ആയിരിക്കരുത്. ലാംഗ്വേജ് എന്താണ്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനും പരസ്പര മറ്റുള്ള കൾച്ചറുകൾ മനസ്സിലാക്കാനും നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യുക, ഇതൊക്കെയാണ് ലാംഗ്വേജിന്റെ ബേസിക് ഫംഗ്ഷൻ. അതല്ലാതെ ലാംഗ്വേജിനെ ഒരു ധനം ഉണ്ടാക്കാനുള്ള മാർഗം എന്നുള്ളത് അതിന്റെ ഒരു ഫംഗ്ഷനേ അല്ല. നെക്സ്റ്റ്, ഇത് ഒരുപാട് ക്വസ്റ്റ്യനിൽ വന്നാണ്, നമ്മൾ ഇക്തിസാബുല്ലോന്റെ അവിടെ ഡിസ്കസ് ചെയ്തതാണ്. ഈ അംവാൽ എന്ന് കാണുമ്പോൾ തന്നെ അതായിരിക്കും ആൻസർ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഈ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യന് അതന്നെ ആയിരിക്കും ആൻസർ ആയിട്ട് വരിക. അത് അതിനോട് യോജിക്കാത്തതാണ് എന്നുള്ളത്. ചിലപ്പോൾ ഇതേ രീതിയിൽ വേറെയും ഓപ്ഷൻ തന്നിട്ട് യോജിക്കുന്നതാവും ചോദിക്കുക. അപ്പൊ അംവാൽ കണ്ടിട്ട് അതന്നെ ചെയ്യരുത്. അതായത് അംവാൽ ഈ ഒരു വലായിഫുല്ലായുമായി യോജിക്കാത്തതാണ്. ഒരിക്കലും ഒരു ലാംഗ്വേജിന്റെ ഫംഗ്ഷൻ അല്ല ധനം ഉണ്ടാക്കുക എന്നുള്ളത്. നെക്സ്റ്റ്, ബിവാസിത്തത്തിൽ യുഅബ്ബിറുൽ ഇൻസാൻ, ഒരു ഭാഷ മുഖേന യുഅബ്ബിറുൽ ഇൻസാൻ, മനുഷ്യൻ പ്രകടിപ്പിക്കുന്നുണ്ട്. എന്ത്? അൽ ആറാ, അഭിപ്രായം, അൽ അഫ്കാർ, ചിന്തകള്, വശൂർ, ഫീലിങ്സുകൾ, ജമിഉ മാ ദുക്കിർ, മുമ്പ് പറഞ്ഞതെല്ലാം അല്ലെ. ഭാഷയിലൂടെയാണ് നമ്മൾ നമ്മുടെ അഭിപ്രായങ്ങളും നമ്മുടെ ആശയങ്ങളും നമ്മുടെ ഫീലിങ്സും എല്ലാം തന്നെ പ്രകടിപ്പിക്കുന്നത്. യഷ്തമിലു അത്തഖ്വീം അൽ മുസ്തമിർ അൽ മുസ്തവഅബ്, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ ഉൾക്കൊള്ളുന്നുണ്ട്. എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ ആണ് CCE എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷനിൽ എന്തൊക്കെ ഉണ്ടാകും? തഖ്സീസ്, അസൈൻമെന്റുകൾ, മജ്മുഅത്ത്, നമ്മുടെ ഗ്രൂപ്പ് ഡിസ്കഷനുകൾ, അൽ ഇഖ്തിബാർ സഫി, ക്ലാസ് ടെസ്റ്റുകൾ, ജമിഉ മാ ദുക്കിർ. നമുക്കറിയാം ഒരു കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് വെറും ഒരു ഇവാലുവേഷൻ മാത്രമല്ല. അതിൽ സെമിനാർ, പ്രൊജക്റ്റ്, അസൈൻമെന്റ്, ഗ്രൂപ്പ് ഡിസ്കഷന്, ക്ലാസ് ടെസ്റ്റുകൾ, ഇതിൻ്റെയൊക്കെ മാർക്കുകൾ എന്താണ്? പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കും. നെക്സ്റ്റ്, ലാ യഖ്തദിർ ബിൽ മസ്റഹിയ തഖ്വീം ഡാഷ്, അതായത് ഒരു ഡ്രാമ
ഒരു പാഠം കുട്ടി പഠിക്കുകയാണ്. ആ പഠിച്ച പാഠം കുട്ടി എന്താണ്, ഇപ്പൊ ഗാന്ധിജിന്റെ ഒരു പാഠം പഠിക്കുകയാണെങ്കിൽ അതൊരു ഡ്രാമയായിട്ട്, ഇപ്പൊ ദണ്ഡിയാത്ര അല്ലെങ്കിൽ ഉപ്പ് സമരം ഒരു എന്ത് ചെയ്യാണ് ഡ്രാമയായിട്ട് അവതരിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റാത്തത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. കുട്ടിയുടെ മഖ്ദിറാത്തുൽ ബഹ്സിയ റിസർച്ച് ആയിട്ടുള്ള കപ്പാസിറ്റികൾ എന്തൊക്കെയാണ്, ഗവേഷണ കപ്പാസിറ്റികൾ. മഖ്ദിറാത്തുൽ ഇബ്ദാഇയ കുട്ടിയുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കപ്പാസിറ്റീസ്. മഖ്ദിറാത്തുൽ തഹരീരിയ കുട്ടിയുടെ എഡിറ്റിംഗ് പരമായിട്ടുള്ള കപ്പാസിറ്റീസ്. അൽ മഖ്ദിറാത്തുൽ അദാഇയ കുട്ടിയുടെ പെർഫോമൻസ് ആയിട്ടുള്ള കപ്പാസിറ്റീസ്. ഓക്കെ, ഇവിടെ ആൻസർ വരുന്നത് മഖ്ദിറാത്തുൽ ബഹ്സിയ എന്നുള്ളതാണ്. നെക്സ്റ്റ്, അൽ അഖ്താൽ വാരിദ ഫിൽ ഹുറൂഫ് അക്ഷരങ്ങളിൽ വന്നിട്ടുള്ള തെറ്റുകൾ. ഹിയ ഖത്തോൻ ഏതാണ്? നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ, ആ ഒരു തഹ്രീറുൻ മബ്ഹസി എന്നൊക്കെ പറഞ്ഞിട്ട് അഖിലൽ മൗസു അൽ വലദ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ അല്ലേ, അതേ ഏരിയ തന്നെയാണ് വീണ്ടും ക്വസ്റ്റ്യൻ വന്നത്. അപ്പൊ എത്രത്തോളം അത് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ അക്ഷരങ്ങളിൽ തെറ്റ് വന്നതിന് എന്ത് പറയും? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് തഹജ്ജുയ് എന്നുള്ളത്. അജ്റൂമി എന്ന് പറഞ്ഞാൽ നഹ്വിലുള്ള തെറ്റുകൾ അല്ലെ, ബാക്കിയൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. നെക്സ്റ്റ്, യജ്രി അത്തഖ്വീം അൽ മുസ്തമിർ. എന്താ തഖ്വീം അൽ മുസ്തമിർ എന്ന് പറഞ്ഞാല്? ചിലർ പറയും CCE ആണെന്ന്. CCE എന്നുള്ളത് തെറ്റാണ്, അത് CE ആണ് കേട്ടോ. CE അതായത് കണ്ടിന്യൂസ് ഇവാലുവേഷൻ ആണ്. CCE എന്ന് പറയുമ്പോൾ തഖ്വീമൽ മുസ്തമിർ അൽ മുസ്തവഅബ് എന്ന് വേണം. കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ എന്ന് വേണം. അത് കൃത്യമായി മനസ്സിലാക്കണം ആ വ്യത്യാസം. അപ്പൊ കണ്ടിന്യൂസ് ഇവാലുവേഷൻ നടത്തുന്നത് അതായത് എപ്പോഴാണ്? ഫി നിഹായത്തി അൽ ഫസ്ലു ദിറാസി ഒരു ചാപ്റ്റർ പഠിപ്പിച്ചതിന്റെ അവസാനം. അസ്നാ അത്ത് തദ്രീസ് ടീച്ചിങ്ങിന്റെ ഇടയിൽ. നിഹായത്തു ദർസ് ഒരു ചാപ്റ്ററിന്റെ അവസാനം. ഫി നിഹായത്തിൽ ആമുദ് ദിറാസി ഒരു അക്കാദമിക വർഷത്തിന്റെ അവസാനത്തിൽ. എപ്പോഴാണ് കണ്ടിന്യൂസ് ഇവാലുവേഷൻ നടത്തുന്നത്? കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാല് തുടർച്ചയായി മൂല്യനിർണ്ണയം നടത്താണ്. അത് പഠിപ്പിക്കുന്നതിന്റെ ഇടയിലുണ്ടാകും, പഠിപ്പിക്കുന്നതിന് മുമ്പ് ഉണ്ടാകും. ആ ഒരു തിവാലസന ചിലപ്പോൾ ഉണ്ടാകും. കണ്ടിന്യൂസ് ഇവാലുവേഷന്റെ ഭാഗത്ത് നിങ്ങൾ ഒരു ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നു തിവാലസന. ആ ഒരു വർഷം മുഴുവൻ എക്സാം നടത്തിക്കൊണ്ടേയിരിക്കും. അതാണ് തുടർ മൂല്യനിർണ്ണയം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, കലിമ മുആദില ലി ഡിസ്കോസ് എന്നുള്ളതിന്റെ മുആദിലായിട്ടുള്ള പദം ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ്. എന്താണ്? മുഹാദസ. ഡിസ്കോസിന്റെ ബേസിക് യൂണിറ്റ് അൽ വഹദത്തുൽ അദ്ന ലിത്തവാസുൽ അല്ലെങ്കിൽ അൽ വഹദത്തുൽ അദ്ന ലില്ലുആ എന്നൊക്കെ പറഞ്ഞാലും മുഹാദസാത്താണ്. ഒരേ ഏരിയ എന്നാണ് ഒരുപാട് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. കറക്റ്റ് മനസ്സിലാക്കണം. ഇസ്തിറാത്തിജിയ സ്ട്രാറ്റജി, നളരിയാത്ത് തിയറികൾ, തഖ്വീം എന്ന് പറഞ്ഞാൽ ഇവാലുവേഷൻ. അതാണ് പറഞ്ഞത്. നിങ്ങൾ പഠിക്കുന്നതിന്റെ ഇംഗ്ലീഷും പഠിക്കണം, അറബിക്കും പഠിക്കണം. ഇതേ രീതിയിൽ ക്വസ്റ്റ്യൻസ് കാണാം. നെക്സ്റ്റ്, ഹസ്ബ ഖവായിദുൽ ലുഗത്തുൽ ആലമിയ യൂണിവേഴ്സൽ ഗ്രാമർ തിയറി അനുസരിച്ചിട്ട് ഇക്തസിബു തിഫ്ൽ അൽ ലുഗ ഒരു കുട്ടി ലാംഗ്വേജ് അക്വിസിഷൻ നടത്തുന്നത് ഫത്രിയൻ നാച്ചുറലി പ്രകൃതിപരമായിട്ട്, മിനൽ മുദരിസ് അധ്യാപകനിൽ നിന്ന്, മിനൽ വാലിദൈൻ മാതാപിതാക്കളിൽ നിന്ന്, കുല്ലുൻ ഖത്ത എല്ലാം തെറ്റാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. യൂണിവേഴ്സൽ ഗ്രാമർ തിയറിന്റെ അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞ കീവേഡാണ് ഫത്രിയൻ. ഒരു കുട്ടി എപ്പോഴാണ് ലാംഗ്വേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്? എല്ലാ കുട്ടികളും ജനിക്കുന്നത് മുതൽ അല്ലെ, മുൻദു വിലാദത്തിഹി ഒരാളുടെ ജനനം മുതൽ അയാളുടെ അടുത്ത് ലാംഗ്വേജ് അക്വസിഷൻ ചെയ്യാനുള്ള കഴിവുകളും കൂടെ ജനിക്കുന്നുണ്ട്. നാച്ചുറലി ആയിട്ടാണ് അയാളുടെ അടുത്ത് ജനിക്കുന്നത്. ഈ വേർഡ്സ് ഒക്കെ പറഞ്ഞു തന്നതാണ്. നെക്സ്റ്റ്, യജ്രി അത്തഖ്തീത്തു സനവി ഇയർ പ്ലാനിങ്. യജ്രി അത്തഖ്തീത്തു സനവി ഇയർ പ്ലാനിങ് നടത്തുന്നത്. ബിദായത്തു സനത്തു ദിറാസിയ ആ ഒരു അക്കാഡമിക് വർഷത്തിന്റെ സ്റ്റാർട്ടിങ്ങില്, നിഹായത്തു സനത്തു ദിറാസിയ അക്കാഡമിക് വർഷത്തിന്റെ എൻഡിങ്ങില്, ഫിൽ ബിദായ വ നിഹായ ലിസനത്തി ദിറാസിയ അക്കാഡമിക് വർഷത്തിന്റെ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും, അസ്നാ കുല്ല ഷഹർ ഓരോ മാസത്തിലും. എപ്പോഴാണ് തഖ്തീത്തു സനവി നടത്തുന്നത്? നമുക്കറിയാം ഏതൊരു കാര്യത്തിന്റെ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് നടക്കേണ്ടത്? സ്റ്റാർട്ടിങ്ങിലാണ് അല്ലെ. എന്തിന്റെയും തുടക്കത്തിൽ നടക്കേണ്ടത്. ഏത് കാര്യം തുടങ്ങുന്നതിന് മുമ്പ് അതിനെന്ത് വേണം? ഒരു പ്ലാനിങ് വേണം. അപ്പോൾ ഒരു ഇയർ പ്ലാനിങ് നടക്കുന്നത് ആ ഇയറിന്റെ സ്റ്റാർട്ടിങ്ങിലായിരിക്കണം. ഓക്കെ, അപ്പൊ പ്ലാനിങ് എപ്പോഴും സ്റ്റാർട്ടിങ്ങിലാണ് നടക്കേണ്ടത്. അസ്നാ കുല്ല ഷഹർ ഓരോ മാസത്തിലും പ്ലാനിങ് നടക്കുന്നതിന് എന്താ പറയാ? അത് മന്ത്ലി പ്ലാനിങ് ആണ്. ഓക്കെ, ഓരോ മാസത്തിന് മുമ്പിലും, ഓക്കെ ഇടയിലല്ല, ഓരോ മാസത്തിന് മുമ്പിലുമാണ് ആ ഒരു മന്ത്ലി പ്ലാനിങ് നടക്കുന്നത്. ഓക്കെ,
നെക്സ്റ്റ് ദാരിസുൻ യൻഷദ് അൽ മൻലൂം ജയ്യിദൻ ഹുവ യത്തസിഫ് ബി. ഒരുപാട് തവണ ദക്കാവുൽ മുത്തഅദ്ദിദിന്റെ അവിടുന്ന് പറഞ്ഞിട്ടുള്ളതാണ്, വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ദാരിസുൻ യൻഷദ് അൽ മൻലൂമ ജയ്യിദൻ, നന്നായി പാട്ട് പാടുന്ന ഒരു കുട്ടി. ഹു യത്തസിഫ് ബി, ആ കുട്ടിക്ക് ഏത് ഇന്റലിജൻസാ ഉള്ളത്? ദക്കാവുൽ ബസറി വിഷ്വൽ ഇന്റലിജൻസ്, ദക്കാവുൽ മ്യൂസിക് മ്യൂസിക്കൽ ഇന്റലിജൻസ്, ദക്കാവുൽ ലുഗവി വെർബൽ ആയിട്ട് അല്ലെങ്കിൽ ലാംഗ്വേജ് ആയിട്ടുള്ള ഇന്റലിജൻസ്, ദക്കാവുൽ തൊബിയായി നാച്ചുറൽ ഇന്റലിജൻസ്. ഇതിൽ ഏത് ഇന്റലിജൻസാ? സിമ്പിൾ അല്ലേ, പാട്ട് പാടുന്ന കുട്ടിക്ക് മ്യൂസിക്കൽ ഇന്റലിജൻസ് ആണ്. അപ്പൊ ആ കുട്ടീനെ കൂടുതൽ മ്യൂസിക്കൽ ഇന്റലിജൻസിലൂടെ കാര്യങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഹവാർഡ് ഗാർഡനർ മുന്നോട്ട് വെക്കുന്ന ആശയം. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾ ക്വസ്റ്റ്യൻസിലൂടെ പോയി കഴിഞ്ഞപ്പോൾ കൃത്യമായി ക്ലാസ് കാണുകയും കൃത്യമായി PYQ ഓരോ സബ് ടോപ്പിക്കിൻ്റെയും PYQ അനാലിസിസ് നമ്മൾ നടത്തിയിട്ടുണ്ട്. അതും കണ്ടതിന് ശേഷം ഇത് പഠിക്കുന്ന ഒരാൾക്ക് കറക്റ്റ് മനസ്സിലാവും. കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ വളരെ ഡിഫിക്കൽട്ടായിട്ട് വന്നിട്ടില്ല. ഒരുപാട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. അപ്പോൾ അത് കറക്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ മിനിമം ഒന്നും വായിക്കാത്തവർ ആ PYQ അനാലിസിസ് കാണാതെ ഒരിക്കലും പോകരുത്. അത്രയും ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ടാണ് ഇവിടെ ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഒരുപാട് തവണ ഇതേ ഒരു ട്രെൻഡിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത്. അപ്പോൾ അതൊക്കെ നന്നായി പഠിച്ചിട്ട് പോവുക, കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അത്തമന്ന ലക കുല്ല നജാഹ് ബിതൗഫീഖില്ലാഹ്. ശുക്രൻ ലക്കും ബിഹുസ്നി ഇസ്തിമാഇക്കും.